വെള്ളാർമല സ്കൂൾ, ഈ സ്കൂളും ഒരു ദുരന്ത ചിത്രമായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരുപാട് കുഞ്ഞുങ്ങൾ ആ സ്കൂളിൽ നിന്ന് പഠിച്ച കുട്ടികൾ ഇല്ലാതായി. അലക്സ്ര മുഹമ്മദ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നല്ലൊരു പ്രഭാതമല്ല നാളെ എന്ന് നമുക്കറിയാം. അലക്സ്റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്റാം, ഈ വെള്ളാർമല സ്കൂളിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ദുരന്ത ഓർമ്മകൾ നമ്മെ വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പറയും. എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, ഒരു വർഷം തികയുകയാണ് നാളെ. അങ്ങേറ്റം വേദനയാണ്. ഈ മണ്ണിൽ വന്നിറങ്ങുമ്പോൾ അത് അത്രയും നമ്മളെ കൊത്തിവലിക്കും. ഇത്തരമൊരു അനുഭവം ജീവിതത്തിൽ ഒരു കാലത്തും ഉണ്ടാകരുത് എന്നുള്ളതാണ് ചൂരൽമലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാനസികമായി നമ്മൾ തീരുമാനിച്ചൊരു കാര്യം. അതാ ഒരു വർഷം തികയുന്നു. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ ഇത് വെള്ളാർമല സ്കൂളാണ്. ചൂരൽമല ഗ്രാമത്തിന്റെ അടയാളമായിരുന്നു ഈ സ്കൂള്. വെള്ളരിമലയുടെ താഴ്വാരത്ത് ഒരു വിദ്യാലയമുണ്ട്. പുന്നപ്പുഴയുടെ ഓരം ചേർന്ന ഒരു പള്ളിക്കുടമുണ്ട്. ആ പ്രശസ്തമായ പാട്ട് നമുക്കറിയാം. ഈ കാണുന്നത് പുന്നപ്പുഴയാണ്. ആ പുന്നപ്പുഴ അതിന്റെ ഭംഗിയെല്ലാം കൈവിട്ട് അത് രൗദ്രഭാവത്തിൽ ഒഴുകിയ പുന്നപ്പുഴയുടെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് അസ്ഥിപഞ്ജരമായി മാറിയ വെള്ളാർമല സ്കൂൾ കാണാം. എസ്കേൻ, ആ ഭൂമി രണ്ടായി നെടുകെ പിളർന്നു വന്നതുപോലെയാണ് ഇതിന് മുകളിലേക്ക് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ആ പ്രദേശത്ത്, ഈ ചൂരൽമലയിൽ നിന്ന് മുകളിലേക്ക് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ആ പ്രദേശം അവസാനം ശേഷിക്കുന്നത് ആ ചൂരൽമലയിൽ ചില വീടുകളും ഒപ്പം ഈ സ്കൂളിന്റെ ചില കെട്ടിട ഭാഗങ്ങളുമാണ്. എസ്കേൻ, വേദനിപ്പിക്കുന്ന കാര്യം, ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോഴും കൊത്തിവലിക്കുന്ന കാര്യം 32 കുരുന്നുകളെയാണ്, 32 മക്കളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. എസ്കേൻ, 17 പേരെ കാണാതായി ഈ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന്. അത് മാത്രമല്ല, ഏതാണ്ട് 316 കുട്ടികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നു. എസ്കേൻ, 24 പേർക്കാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടത്. അതിൽ മാതാപിതാക്കൾ 2 പേരെ നഷ്ടപ്പെട്ട് അനാഥരായത് 7 കുഞ്ഞുങ്ങളാണ്, 7 കുരുന്നുകളാണ്. 17 കുട്ടികൾക്കാണ് മാതാപിതാക്കളിൽ ഒരാൾ, അച്ഛനെയോ അമ്മയോ നഷ്ടപ്പെട്ട 17 കുരുന്നുകൾ കൂടിയുണ്ട്. അതിജീവനത്തിന്റെ ഒരു കഥ കൂടി ഇപ്പോൾ വെള്ളാർമല സ്കൂളിലുണ്ട്. എസ്കേൻ, അത് പറയാതിരിക്കാൻ വയ്യ. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ആ ഒരു വർഷം മുമ്പ് വന്നടിഞ്ഞ ചെളിയും മണ്ണും ഒക്കെ സ്കൂളിനുള്ളിലും സ്കൂളിനടിയിലും ഒക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എസ്കേൻ, അതങ്ങനെ തളം കെട്ടി കിടക്കുന്നുണ്ട്, കട്ടിപിടിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ ഒരു കാഴ്ച കൂടി ഞാൻ കാണിക്കാം. അന്ന് വന്നടിഞ്ഞ മരക്കഷ്ണങ്ങളും മറ്റുമൊക്കെ ഇവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. സ്കൂളിലെ ഡെസ്കിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. എസ്കേൻ, ഇതാ 1ാം ക്ലാസ്. ആ 1ാം ക്ലാസ്സിലെ ആ ചിത്രം അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. നമ്മളത് എത്ര തവണ നമ്മൾ കണ്ടുവെന്നറിയില്ല. ഇപ്പോഴും അങ്ങേയറ്റം ചെളി മൂടി, ചെളി കെട്ടി ആ ക്ലാസ് മുറി അങ്ങനെ കിടക്കുന്നു. കുരുന്നുകൾ ഇരിക്കുന്ന കസേരകൾ ഇപ്പോഴും അതങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ചിതറിക്കിടക്കുന്നത് കാണുമ്പോൾ വേദനയുണ്ട്. പാത്രങ്ങൾ അങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. ഒരു എന്ന് പറയുമ്പോഴും ആ വേദന, ഒരു തുണ്ട് പോലും ആ വേദന മാറുന്നില്ല. ഒരു തരിമ്പ് പോലും നമുക്ക് ആ വേദന കൊത്തിപ്പറിക്കുന്ന ആ വേദനയിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത്. എസ്കേൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിജീവനത്തിന്റെ കഥ കൂടിയുണ്ട്. ദിവസം കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂളിനെ ഒപ്പം വെള്ളാർമല ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെയും തൊട്ടപ്പുറത്ത് മുണ്ടക്കെ LP സ്കൂളിനെയും ഇവിടെ മേപ്പാടിയിലേക്ക് മാറ്റിയത്. അവിടെ ഈ സ്കൂളിൽ 546 കുട്ടികൾ മേപ്പാടി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. തൊട്ടടുത്ത് APJ അബ്ദുൽ കലാം ഹാളിൽ 61 കുട്ടികൾ മുണ്ടക്കെ LP സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്കുള്ള എല്ലാ സജ്ജീകരണവും സംവിധാനവും സഹായവും സർക്കാർ ചെയ്തു വരുന്നുണ്ട്. അവർക്ക് ഏറ്റവും അടിയന്തരമായും ഇപ്പോഴും ചെയ്യേണ്ടത് അവർക്ക് മാനസിക പിന്തുണ നൽകുക എന്നുള്ളതാണ്. അവരുടെ കൂടെ ഇരുന്ന സഹപാഠികളെയാണ് നഷ്ടപ്പെട്ടത്, അച്ഛനും അമ്മയുമാണ് നഷ്ടപ്പെട്ടത്, ബന്ധുക്കളെയാണ് നഷ്ടപ്പെട്ടത്. ആ വേദന കുരുന്നുകൾക്കുണ്ട്. അത് നൽകുന്നതിന് വേണ്ടി ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ പരീക്ഷാഫലത്തിൽ SSLC പരീക്ഷയിൽ 100 മേനി കൊയ്തു വെള്ളാർമല സ്കൂൾ എന്നുള്ളത് കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നു. നമ്മൾ അടുത്ത മണിക്കൂർ അലക്സ്ര മുഹമ്മദാണ് വെള്ളാർമല സ്കൂളിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.